ഇവിടെ എല്ലാം മൺകലത്തിലാ. ഇവിടെ எல்லாம் மண்கலத்தில் மட்டன் மட்டும் டவியில் பண்ணுவோம். மீதி எல்லாம் மண்கலத்தில் இருக்கும். എന്താ അങ്ങനെ മൺകലത്തിലാക്കി? இது மண்கலத்தில் பண்ண எல்லாரும் டவியில் பண்ணுவாங்க. நம்ம கொஞ்சம் வித்தியாசமாக பண்ணணும், நம்ம ஃபேர் வந்து வித்தியாசமாக இருக்கணும் அப்படிங்கிறது நம்மளோட இது வித்தியாசமாக இருக்கணும். அதுவும் நல்ல பொருளாக இருக்கணும்னு நினைப்பேன். நல்லபடியாக பண்ணிக்கிட்டு இருக்கேன், நல்லா போயிட்டுருக்கு. எல்லாரும் ஆதரவு தராங்க, நல்லா இருக்குது. இன்னும் ஆதரவு தாங்க. கேரளா மக்கள் நல்லா ஆதரவு தராங்க, வந்துக்கிட்டே இருக்காங்க. இன்னும் அவங்களுக்காண்டி இன்னும் நல்லா பண்ணணும்னு இருக்கேன். അപ്പോൾ അതാ ബിരിയാണി റെഡി ആയിട്ടാ. കണ്ട, ഇതൊന്നുമല്ല, ഇവിടെ വേറൊരു അടിപൊളി ഐറ്റം ഉണ്ട്. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ തവി ഉണ്ടല്ലോ, കുഴിയൻ തവി, അതിനകത്ത് മുട്ട ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കും. ഇവരതിന് പറയാം കറണ്ടി ഓംപ്ലേറ്റ് എന്നാണ്. കരണ്ടി എന്നൊരു വാക്കുണ്ടല്ലോ തവിക്ക്, അങ്ങനെയാണ് പറയുക. അപ്പോൾ അതൊരെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും വിറകടുപ്പിൽ ഇങ്ങനെ കനലിൽ ആ തവി വെച്ചിട്ട് അതിലേക്ക് മുട്ടയും പിന്നെ എന്തൊക്കെയോ അതിനകത്ത് അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബോൾ പോലെ ഇരിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തെങ്കാശിക്ക് അടുത്താണ്. കുറ്റാലം വെള്ളച്ചാട്ടത്തിലൊക്കെ വരുന്ന ആളുകൾക്ക് അവിടെ നിന്ന് ഓൾഡ് കുറ്റാലത്ത് നിന്നാണെങ്കിൽ ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. എന്നാ പ്രത്യേകത എന്ന് വെച്ചാൽ ബിരിയാണിയും ഊണും മാത്രമേ കിട്ടുള്ളൂ. എല്ലാം മൺപാത്രത്തിലാണ് വെക്കുന്നത്. അതിനിപ്പോൾ കുടിക്കാനുള്ള വെള്ളമാണെങ്കിൽ പോലും ഇവർ മൺകലത്തിലാണ് വെക്കുകയുള്ളൂ. അങ്ങനെയുള്ള കടകളൊക്കെ ഇന്നത്തെ കാലത്ത് കുറവല്ലേ, മൺകലത്തിൽ വെക്കണു, വിറകടുപ്പിലെ പാചകം. അപ്പോൾ ഇവിടെ PK ബാസ് മൺപാനൈ സമയിൽ അങ്ങനെയാണ് കടയുടെ പേര്. അപ്പോൾ അത് ഗൂഗിൾ മാപ്പിൽ ഓൾറെഡി ലൊക്കേഷൻ കിട്ടും. നമ്മൾ കയറി വരുന്നോടത്ത് തന്നെ ഇങ്ങനെ ഓലയൊക്കെ മേഞ്ഞ ഷെഡാണ്. കയറി വരുന്നോടത്ത് തന്നെയാണ് കിച്ചൺ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നേരിട്ട് കാണാം എല്ലാം വെക്കണതും വിളമ്പണതും എല്ലാ സാധനങ്ങളും. അതുപോലെ തന്നെ ആളുകൾ വരുമ്പോൾ വാഴയിലയിൽ ഇവരിങ്ങനെ ഇവിടുത്തെ കുറേ സ്പെഷ്യലുകളുണ്ട്, മീനിലും ഇറച്ചിയിലും ഒക്കെ. അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാലും മേടിക്കാം. അങ്ങനെ അധികം കടകളിലൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. തെങ്കാശിയിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം 8 കിലോമീറ്റർ ആണ് കേട്ടോ. ഇത് ഉപ്പ് കല്ലുപ്പാണ് ഇടുന്നത്. ചിക്കൻ ലെഗ് ആണ്. ചിക്കൻ ലെഗ് ബിരിയാണി. ഒരു മല്ലി പുതിന, അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ്. ഒരുമിച്ചാണ് ഇറച്ചിയും ചോറും എല്ലാം കൂടെ ഒരുമിച്ചാണ് വരിക. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇല്ലേ. അപ്പോൾ നെയ്യാണ് ചേർക്കേണ്ടത്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന നെയ്യാണ് കേട്ടോ. ഇനി വെന്ത് വരണം. അരിയും ചിക്കനും എല്ലാതും ഇട്ടു. ഇനി ഇത് വേവാനുള്ള ഒരു സമയം. ഇതാണ് ഇവിടുത്തെ ഊണിൻ്റെ കൂടെ കൊടുക്കുന്ന മുട്ടപ്പൊരിയൽ. ഇത് ചിക്കൻ തൊക്ക്. ഇതാണ് മീൻ കുളമ്പ്. ഇങ്ങനെ വിറകടുപ്പിലൊക്കെ ചിക്കൻ 65 വറക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലേ. ഇവിടെ വരുന്ന ആളുകൾക്ക് ആദ്യം കുറച്ച് സാമ്പിൾ വേണം. ഇതൊരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കാം. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഫ്രിഡ്ജില്ല, പിന്നെ ഗ്യാസ് ഇല്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പം തന്നെ ഉണ്ടാക്കണം, ഫ്രഷ് ആയിട്ട് കൊടുക്കണം. ഇതുപോലെ ആർക്ക് വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. இது ஃபுல்லா டேஸ்ட்க்கு கொடுப்போம். டேஸ்ட் கொடுக்கும். இது பிடிச்சி டேஸ்ட் இருந்தால் சாப்பிடணும், இல்லனா சாப்பிடണ്ട. சரி சரி. இஷ்டமுള്ളത് മേടിക്കാം. இஷ்டமுള്ളത് மேடிக்கும், இஷ்டம் இல்லனா விட்டுறണ്ട. இது சாப்பாடு ரெடி பண்ணதுன்னு சொல்லுமே. இதுல வேர்வை தண்ணி இதுவோ வெளியில வராது. இதுக்குள்ள உள்ளே ஹீட் ஆகி இது ஒரு 5 மணி நேரம்னா சாக்கு பிடிக்கும். அதுக்கு பிறகு கெட்டு போயிடும். இதுல ரெடி பண்ணனும்னா சாப்பாடு ஹோல்ஸ் இருக்கு அല്ലേ. இதுல வந்து இயற்கையானவே இந்த வெப்ப இது கூலிங் ஆகிடும். தண்ணியை உறிஞ்சிக்கிடும். உறிஞ்சி தேவை தேக்கின்னு இது பண்ணிவிடும். இது வந்து கெட்டு போகாது. இப்போ வந்து இதில் வந்து தண்ணி உரித சக்தி கிடையாது. இதில் உறிஞ்சி இந்த ஆவி நீரை உரித சக்தி இருக்கு மண்பானையில். அதனால இந்த குளிர்ந்த ஈர பதத்துக்கு இந்த சாப்பாடு கெட்டு போகாது. இப்போ இன்னைக்கு நைட்டு இப்போ பொங்குனோம்னா மறுநாள்னாலும் யூஸ் பண்ணிக்கலாம். தண்ணி யூஸ் பண்ணட்டான். தண்ணி ஊற்றலாம், இது கெட்டு போயிடும், இது கெட்டு போகாது. മൺപാനയ്ക്കുള്ള സ്പെഷ്യൽ ഇതാണ്. അതെ, പഴയ കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് തന്നെയായിരുന്നു. ഫ്രിഡ്ജിന് പകരം അല്ലേ, ഫ്രിഡ്ജ് ഇല്ലല്ലോ. നമ്മൾ സാമ്പാറും മോരുകറിയും ചോറും ഒക്കെ നമ്മൾ ഇതിലാണ് വെച്ചോണ്ടിരുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കും, ചീത്തയായി പോവില്ല. പക്ഷെ ഈ പറഞ്ഞത് ശരിയാണ്, ചൂടുകാലത്ത് പെട്ടെന്ന് കറികളൊക്കെ കേടായി പോകും ഇതുപോലെയുള്ള പാത്രത്തിലിരിക്കുമ്പോൾ. வணக்கம். இது PK பாஸ் மண்பானை சாப்பாடு. இது எந்த மாவட்டம்? தென்காசி மாவட்டம், மத்தாளம்பர ஜோஹோ IT கம்பெனி பக்கத்தில் இருக்குது. நம்மகிட்ட மட்டன் சாப்பாடு, சிக்கன் சாப்பாடு, மீன் சாப்பாடு, குடல், முட்டை பொரியல், மண்கலத்தில் உண்டான பிரியாணி இருக்குது, எல்லாம் இருக்குது. நம்ம கடையில் சோடா போகாது, அஜினமுட்டை வராது, வெனிகர் வராது, கலர் பொடி வராது.
இது எல்லாம் வரவே வராது. சுத்தமான இதுதான். 12 மணிலேருந்து 3 மணி வரை இருக்கும். சண்டே மட்டும் லீவு. மற்ற நேரம் எல்லாமே இருக்கும். அதாவது கொஞ்சம் வெரைட்டிஸ் எல்லாம் வைப்போம். கொஞ்சம் சிக்கன் வைப்போம், 65 வைப்போம், முட்டை பொரியல் வைப்போம், எல்லாமே வைப்போம். அது வந்து சாம்பிளுக்கு. அது நம்ம பிடிச்சிருந்ததுன்னா எக்ஸ்ட்ரா பைசா கொடுத்து வாங்கிக்கலாம். கண்டிப்பாக கிடையாது, கணக்கு கிடையாது. நல்லா இருக்கும். டேஸ்ட் இருந்தால் வாங்கிக்கலாம், இல்லைன்னா விட்டுறேன், ஒன்றும் பிரச்சனை இல்லை. ஆனால் கண்டிப்பாக வைப்போம். 2-3 பீஸாக இருக்கும். சிக்கன் வரும், இல்லை 65 வரும், இல்லை போட்டி வரும், ஏதாவது ஒன்று ஒரு 2-3 பீஸ் வரும். சனிக்கிழமை பாயாசம் போடுவோம். வெள்ளி சனி அந்த நேரத்தில் பாயாசம் அது போடுவோம். இன்னைக்கு பாயாசம் உண்டு. இன்னைக்கு பாயாசம் உண்டு. மட்டன் சாப்பாடு வந்து 180, சிக்கன் சாப்பாடு வந்து 160, மீன் சாப்பாடு வந்து 150, குடல் வந்து 100 ரூபா ஒரு கப்பு, சிக்கன் தொக்கு 90 ரூபா, 65 வந்து ஒரு சும்மா ஒரு கப் 80 ரூபா, முட்டை பொரியல் ஒரு கப் 30 ரூபா. இது அவ்வளோவா. இது பிரியாணி வந்து ஒரு ரவுண்டு எம்டி லெக் பீஸ், அடுத்து எம்டி பிரியாணி, அதுக்கு அடுத்து ஒயிட் ரைஸ் 180, ஒரே ரேட்டு தான். அது எவ்வளோ நாளும் வாங்க. அப்புறம் மீன் குழம்பு வாங்கிக்கலாம், மட்டன் குழம்பு வாங்கிக்கலாம், சிக்கன் குழம்பு வாங்கிக்கலாம், கருவாட்டு குழம்பு வாங்கிக்கலாம், எதுனாலும் வாங்கிக்கலாம். ഇതാണ് നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന ബിരിയാണി. ഈ റൈസ് ഉടയാമോ? ഇത് ചിക്കൻ തൊക്ക്. ഇതാ ബിരിയാണി കിട്ടിയതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കളറോ അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ആ മുളക് പൊടിയുടെ ആ നിറം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ്. ചിലയിടത്ത് ബിരിയാണിക്ക് അറിയാമല്ലോ, ഒരു വലിയ ഇറച്ചിയിലൊക്കെ കണ്ടു നമുക്ക് കാണുമ്പോൾ അറിയാം. അങ്ങനെ ഭയങ്കര ഒരു കളറോ സാധനങ്ങളോ ഒന്നുമില്ല. സാധാരണ നമ്മളൊരു പുഴുങ്ങിയൊക്കെ എടുക്കില്ലേ, അതുമാതിരി അങ്ങനെ തന്നെ ഒരു കളറിലായിരിക്കണം. ഓവറായിട്ടുള്ള മസാലയില്ല, എരിവില്ല. അങ്ങനെ ഇതാ ഇവിടുത്തെ ചിക്കൻ 65. ഭയങ്കര ചൂട്, വറുത്ത് കോരി എടുത്തിട്ടേ ഉള്ളൂ. സാലഡ് ഉണ്ട്. ഇത് ഇങ്ങനൊരു ബിരിയാണി റേറ്റ് 180. സാലഡ് വെച്ചു. അടുത്ത് എംടി ബിരിയാണി, അടുത്ത് വൈറ്റ് റൈസ്. അപ്പോൾ അതേ ഫുഡൊക്കെ വന്നു. നമ്മളുണ്ടല്ലോ തെന്മലയിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ 44 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ശരിക്കും പറഞ്ഞാൽ ഒരു കേരള തമിഴ്നാട് ബോർഡർ എന്നൊക്കെ നമുക്ക് പറയാം. ഇനിയിപ്പോൾ അടുത്ത 1-2 മാസം കൂടെ കഴിഞ്ഞാൽ സുന്ദരപാണ്ഡ്യപുരത്തൊക്കെ സൂര്യകാന്തി പൂക്കൾ കാണും ഒരുപാട് മലയാളികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വരുന്നവർക്ക് ഇത് നല്ലൊരു സ്ഥലമാണ് ഭക്ഷണം കഴിക്കാൻ. ഞാൻ കഴിച്ചു നോക്കാൻ പോവാ ബിരിയാണി. അടിപൊളി. നമ്മളെ ഈ ചെന്നൈ സ്റ്റൈൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് കടകളിൽ കിട്ടില്ലേ, ആ ഒരു സ്വാദാണ്. പക്ഷേ ഈ വിറകടുപ്പിലും മൺപാത്രത്തിലുമൊക്കെ കെടുക്കുന്നതിൻ്റേതായിട്ടുള്ളൊരു വേറൊരു നല്ലൊരു സ്വാദുണ്ട്. നല്ലൊരു മണവും ഈ പുതിനയിലയുടെയും മല്ലിയിലയുടെയും ഒക്കെ കൂടിയിട്ടുള്ള. $65 കണ്ടോ, അതും ഇങ്ങനെ ചൂടോടെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുക കേട്ടോ. സൂപ്പർ മസാല. ഇതാണ് ചിക്കൻ തൊക്ക്, ചിക്കൻ കറി നമ്മുടെ. അതാണ് ചിക്കൻ കറി, പക്ഷെ മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ബിരിയാണിയും. ഇത്ര സാധനങ്ങൾ അതിൻ്റെ കൂടെ വരും. സാലഡ്, മുട്ട, ഇത് ഞാൻ കഴിച്ചില്ലല്ലോ, മുട്ട പൊരിയൽ, മുട്ട തോരൻ. നമ്മൾ പോണ്ടിച്ചേരി പോയപ്പോൾ അന്ന് ഊണിൻ്റെ കൂടെ തന്നില്ലേ, ആ സെയിം സാധനം, ഇഞ്ചിയൊക്കെ ചേർത്ത് മുട്ട തോരൻ. പിന്നെ 65ൻ്റെ കുറച്ച് പീസ് വരും. ചിക്കൻ തൊക്ക് അത് കുറച്ച് വരും. ഇതുപോലെ സാലഡ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, 2 സ്ഥലത്ത് ഇട്ട് പോയിന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ 180 രൂപയുടെ ബിരിയാണീൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഉച്ചയ്ക്ക് ഊണ് വേണമെങ്കിൽ അതും ഉണ്ട്. മട്ടൻ കുളമ്പ്, പിന്നെ കരുവാട് കുളമ്പ്, മീൻ കുളമ്പ് ഒക്കെ ചേർത്തിട്ടാണ് ഉച്ചയ്ക്ക് ഊണ്. പക്ഷെ നമ്മളവിടുത്തെ മാതിരി ഈ അവിയൽ, തോരൻ, അച്ചാർ, പപ്പടം, കൊണ്ടാട്ടം, മുളക് വറുത്തത് ഇതൊന്നും ഇവിടെ ഇല്ല. അത് വേറൊരു രീതിയല്ലേ. ഇവിടെ വേറെ ഭയങ്കര വ്യത്യാസമാണ് നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ. പക്ഷേ ബിരിയാണി സെയിം. ഈ സെയിം ബിരിയാണി
നമ്മുടെ ഇവിടുത്തെ ഹോട്ടലിലൊക്കെ അതായത് ഈ ചെന്നൈ സ്റ്റൈൽ ബിരിയാണി കിട്ടുന്ന തിരുവനന്തപുരത്ത് കുറേ കടകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്കിത് കഴിക്കാൻ കൊതി തോന്നുമ്പോൾ വീട്ടിലൊക്കെ ഞാൻ മേടിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടി കളറിലായിരിക്കും. അതെനിക്ക് തോന്നുന്നു എന്തെങ്കിലും അങ്ങനത്തെ ഇതാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ പിരിയമുളക് പൊടിയൊക്കെ ചേർത്താൽ നല്ല കളർ വരും. ഞാൻ അച്ചാറിൻ്റെ കാര്യം പറഞ്ഞ് എഴുതേ വന്ന് അച്ചാർ, മാങ്ങ അച്ചാർ. അപ്പം ഭയങ്കര പൊരിഞ്ഞ് കിടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്തൊന്നും തരാൻ പറ്റിയൊരു ഇതല്ല. കുറ്റാലത്തൊക്കെ വെള്ളം ഉണ്ടോ എന്തോ അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നല്ല ഇച്ചിരി മഴയൊക്കെ പെയ്തൊരു നല്ല രസത്തിലുള്ള സമയമാണ് ഈ കുറ്റാല വെള്ളച്ചാട്ടത്തിൽ വന്ന് കിടന്ന് കുത്തി മറിഞ്ഞതിന് ശേഷം നല്ല വിശക്കും. അപ്പം ഇങ്ങോട്ട് നേരെ വരിക, അവിടെ നിന്ന് വണ്ടി നേരെ മെയിൻ റോഡാണേ, അതായത് അമ്പാസമുദ്രം തെങ്കാശി മെയിൻ റോഡിൻ്റെ സൈഡിലാണ്. ഗൂഗിൾ മാപ്പിൽ ഓൾറെഡി ഉണ്ട് ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു ബിരിയാണി മേടിച്ച് കഴിച്ചാൽ സുഖമായിരിക്കും. പിന്നെ ഒരു ഉറക്കം. ഇതിപ്പോൾ ഒരുപാടുണ്ട് ക്വാണ്ടിറ്റി, എനിക്ക് ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്കിപ്പോഴേ നിറഞ്ഞു. ഞാൻ ഈ അതും ഇതൊക്കെ ഇങ്ങനെ തിന്നട്ടെ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ തിരുവനന്തപുരത്ത് നിന്നാണ് വന്നത്. വരുന്ന റോഡിലെല്ലാം ഇപ്പം മാങ്ങയുടെ സമയമായതുകൊണ്ട് കുറേ സ്ഥലത്ത് മാമ്പഴം വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ചക്കപ്പഴവും മാമ്പഴമൊക്കെ. അപ്പം അങ്ങനെ മാമ്പഴം മേടിച്ചു. 1 കിലോ 250 രൂപയായിരുന്നു, വലിയൊരു തരം മാങ്ങ. പക്ഷെ മധുരം എന്നൊക്കെ പറഞ്ഞാൽ പഞ്ചസാര അങ്ങോട്ട് മാറിക്കും, അമ്മാതിരി മധുരമുള്ള മാങ്ങ. അതുകൂടെ കഴിച്ചുകൊണ്ട് എനിക്ക് പിന്നെ വിശക്കണേ ഇല്ല. തിരിച്ചു പോകുമ്പോൾ കുറച്ചുകൂടി മേടിച്ചിട്ട് വേണം. ഞാൻ അങ്ങനെ ഇത്രയും വിചാരിക്കണില്ലല്ലോ. അത് ചെത്തി കഴിച്ചപ്പോഴാണ് ഭയങ്കര മധുരം. എന്നാലും ഇത്രയും ദൂരം നമ്മൾ താണ്ടി വന്നിട്ട് മോശമായില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കറണ്ടി ഓംലെറ്റ്. ബോൾ പോലെ ഉണ്ടല്ലേ, ചുരുങ്ങാൻ നോക്ക് കണ്ടോ. അപ്പം ഇങ്ങനെ ചുരുങ്ങി പോവും. ബലൂണൊക്കെ കാറ്റ് പോകണ മാതിരി കണ്ടോ. വലിയ ഉമ്മനിരുന്ന സാധനം ചുങ്ങി ഇത്രയായി മാറി. ഇതിൻ്റെ ഉള്ളിൽ ഉള്ളി ചൂട് 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 ചൂട്. എന്താ ചെറിയ ഉള്ളിയാ തോന്നുന്നു കേട്ടോ. ഭയങ്കര ചൂടുന്നേ, കനലിൽ കിടന്നിട്ട് വേവണതല്ലേ. ഇത് ഇവിടെ ഊണിൻ്റെ കൂടെ ഇതുപോലെ മുട്ടപ്പൊരിയലുണ്ട്, ചിക്കൻ 65 ഉണ്ട്, ചിക്കൻ തൊക്ക് വരും, മീൻ. இது வந்து டேஸ்ட்டுக்கு சிக்கனு, இது மீன் குழம்பு, இது சிக்கன், மட்டன் இது மட்டன் கிரேவி, ഇത് ചിക്കൻ ഗ്രേവി. നമ്മുടെ അവിടുത്തെ ഊണ് പോലെയല്ല കേട്ടോ. ഇവിടുത്തെ ഊണിൽ നമുക്ക് നമ്മളിപ്പോൾ പറയില്ല മീൻകറി ഊണ് അങ്ങനെ പറയില്ല. അതുപോലെ മീൻകറി ഊണ്, മട്ടൻ കറി ഊണ്, ചിക്കൻ കറി ഊണ് ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. എല്ലാം കൂടി വേണമെങ്കിൽ അതും മേടിക്കാം. പക്ഷെ ഓരോന്നിനും ഓരോ റേറ്റാണ്. ഇതാണെങ്കിൽ മീൻകറിയാണ്. അപ്പോൾ മീൻകറി ഊണെന്ന് പറയുമ്പോൾ ഈ മീൻ വറുത്തതും ഇതെല്ലാം മാറും കേട്ടോ. മീൻകറി പിന്നെ ഈ സാധനങ്ങളൊക്കെ സൈഡായിട്ട് വരുന്നതൊക്കെ കാണും. ഈ മട്ടൻ കറി ഊണെന്ന് പറയുമ്പോൾ ഈ മട്ടൻ കറിയാണ് വരിക. അപ്പം മീനും കറി ഉണ്ടാവില്ല, ചിക്കൻ കറി. ചിക്കൻ കറി ഊണ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലേറ്റ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉള്ളതെല്ലാം കാണിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ കൊണ്ടുവച്ച് തന്നതാണ്. അപ്പോൾ മട്ടൻ സാപ്പാടാണെങ്കിൽ 180, ചിക്കൻ സാപ്പാടാണെങ്കിൽ 160. ഇതാണ് റേറ്റ്. ഇതെല്ലാം കൂടി ഒന്നും എന്തായാലും ആർക്കും കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ കൂടെ ഓൾറെഡി മുട്ട പൊരിച്ചത്, അല്ലാണ്ടൊരു ചിക്കൻ, പിന്നെ 65 എല്ലാം ഉണ്ട്. പിന്നെ ഒഴിക്കാൻ എന്ത് വേണമെന്നുള്ളത്, ഒഴിക്കാനുള്ളതിലാണ് മാറുക. അത് ചിക്കൻ വേണോ മട്ടൻ വേണോ മീൻ വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നല്ല മൺകലത്തിൽ വെച്ച ബിരിയാണിയൊക്കെ കഴിച്ചു നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടേക്ക് വരുന്നത് കുറച്ചൊരു 1.5 മാസം മുന്നേ വള്ളിക്കാവിൽ കരുനാപ്പള്ളിയിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്ത സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സാർ, ഗണേഷ് എന്നാണ് സാറിൻ്റെ പേര്. സാറാണെങ്കിൽ അമൃതയുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചിങ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ സാർ ഇങ്ങനെ ഒരു കട ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചായി നമ്മളിങ്ങനെ വരാൻ വൈകിയത്. അപ്പോൾ ഇന്ന് സാറാണെങ്കിൽ ഈ കടയിൽ നേരത്തെ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്ത് വെച്ചായിരുന്നു. സാറും കൂടി ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് അവർക്കൊരു മീറ്റിംഗ് വന്ന് സാറ് കൊച്ചിയിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് സാറിനെ അന്ന് കണ്ടതാ, പിന്നെ കാണാൻ പറ്റിയില്ല. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങളും അന്നത്തെ വീഡിയോയിൽ സാറിനെ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്. എന്തായാലും സാറിന് ഒരുപാട് നന്ദി. സാറിനെ ഇപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലും ഇനിയും കുറേ ഫുഡ് സ്പോട്ട് സാറിന് ഇങ്ങനെ പറഞ്ഞു തന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാം. നല്ലൊരു മനുഷ്യനാണ്. തമിഴ്നാടാണ് സ്വദേശം, തെങ്കാശിയാണ് സ്ഥലം. പക്ഷെ എന്നാലും നന്നായി മലയാളം സംസാരിക്കും. നമ്മളൊരുപാട് മലയാളം യൂട്യൂബ് ചാനലുകളൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് ഫുഡ് പേജൊക്കെ കാണുന്ന ഒരാളാണ്. ഒരുപാട് സ്ഥലത്ത് പോയി നമ്മൾ വീഡിയോ ഇട്ടോടത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.